അമേരിക്കയുടെ $1 ഇന്ന് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 87 രൂപ 55 പൈസ കൊടുക്കണം. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 $1 കിട്ടാൻ നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നറിയാമോ? വെറും 3 രൂപ 30 പൈസ മാത്രം. ഇതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മൂല്യവും ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് കരുതിയിട്ട് കുറച്ച് ഡോളർ വാങ്ങി കയ്യിൽ സൂക്ഷിക്കാമെന്ന് കരുതിയാൽ നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല. എന്നാൽ മാർക്കറ്റിൽ നിക്ഷേപിച്ചാലോ? അമേരിക്കൻ ഡോളർ പോലെ തന്നെ നമ്മുടെ പണവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മിക്ക ആളുകൾക്കും മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. അത്തരക്കാർക്ക് മാസം തോറും 2000 രൂപ വീതമൊക്കെ മാർക്കറ്റിൽ നിക്ഷേപിക്കാവുന്ന ഒരു ഫണ്ട് ബജാജ് അലയൻസ് ലൈഫ് പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ബജാജ് അലയൻസ് ലൈഫിൻ്റെ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 14 വരെ നമുക്ക് അതിൽ നിക്ഷേപിക്കാം. NAV വില വെറും 10 രൂപ മാത്രമാണ്. അപ്പോൾ നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം സേഫ് ആയിട്ടിരിക്കുകയും അതേസമയം അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതും നിങ്ങൾ നിക്ഷേപിക്കുന്നതും അതുപോലെ തിരികെ കിട്ടുന്നതുമായ തുകയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് ഉള്ളതുമായിട്ടുള്ള നിരവധി ഫണ്ടുകൾ IRDA റെഗുലേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അതിലൊരു ഫണ്ടാണിത്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള 500 ടോപ്പായിട്ടുള്ള കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിലെ മികച്ച മൊമെൻറ്റം ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള 50 കമ്പനികളെ സെലക്ട് ചെയ്ത് അതിൽ നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 22.9% റിട്ടേൺ ആണ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റത്തെ 5 വർഷത്തെ റിട്ടേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. 30.7% റിട്ടേൺ അത് നേടിക്കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2014 നിങ്ങൾ ഈ ഒരു ഇൻഡെക്സിൽ ഒരു തുക നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് 7.9 മടങ്ങായിട്ട് തിരികെ കിട്ടിയേനെ. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഡെക്സിലുള്ള ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ ബജാജ് അലയൻസ് ലൈഫിൻ്റെ ഈ ഒരു ഫണ്ടിനും നല്ലൊരു റിട്ടേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ സൂചിപ്പിച്ചത് വെറും 10 വർഷത്തെ റിട്ടേണിൻ്റെ കാര്യമാണ്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പോൾ ഒരു 20 വർഷത്തിന് ശേഷം കിട്ടുന്ന റിട്ടേൺ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. ഇനി ഇവരുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. 2023 മെയ് മാസം ഇവർ പുറത്തിറക്കിയ ഇവരുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടില്ലേ, അത് 52% റിട്ടേൺ ആണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തന്നെ നവംബർ 2023 ഇവർ പുറത്തിറക്കിയിട്ടുള്ള മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. അത് ഇതുവരെ 25% റിട്ടേൺ നൽകിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു റിട്ടേൺ മാത്രമല്ല മറ്റു ചില ഗുണങ്ങൾ കൂടി ഈ ഒരു ഫണ്ടിനുണ്ട്. അതായത് നമുക്ക് ഫോം 80C പ്രകാരവും 1010D പ്രകാരവും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ ഈ ഒരു NFOയിൽ നമ്മൾ മാസം തോറും നിക്ഷേപിക്കുന്ന തുകയുടെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് കമ്പനി നൽകുന്നുണ്ട്. തീർന്നിട്ടില്ല, കറക്റ്റായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകൻ അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനിയാണ് അടയ്ക്കുക. എന്നിട്ട് ആ മെച്യൂരിറ്റി ടൈമിൽ ആ വലിയ മെച്യൂരിറ്റി തുക നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും. നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇട്ടാൽ നമുക്ക് 6-7% ഒക്കെയാണ് റിട്ടേൺ കിട്ടുക. എന്നാൽ അതിനേക്കാൾ ഏറെയൊക്കെ നമുക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു ഫണ്ടാണിത്. പിന്നെ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നമ്മൾ 5 അല്ലെങ്കിൽ 10 വർഷം നമ്മൾ തുടർച്ചയായിട്ട് അടയ്ക്കുന്നു. അതിനുശേഷം ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇത് വിഡ്രോ ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമുക്ക് നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇനി മറ്റൊന്ന്, നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ അവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളി തന്നെ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പ്രത്യേകം ഓർക്കുക, ഈ വരുന്ന ഫെബ്രുവരി 14 വരെ മാത്രമേ ഈ ഒരു NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ.